യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഹോസാന ആചരിക്കുന്ന ദിവസമാണ്. യേശുവിനെ രാജാവായി അനുസ്മരിച്ചുകൊണ്ട്, രാജാവായി സ്വീകരിച്ചുകൊണ്ട് ജനം മുഴുവൻ ആർത്തു വിളിച്ച് ഹോസാന പാടി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനം. നമ്മളും പലപ്പോഴും ദൈവത്തോടൊപ്പം ആർത്തു വിളിച്ച് നടക്കാറുണ്ട്. എന്നാൽ ആ കഴുതയെപ്പോലെ മറ്റൊരു കഴുതയായി നിന്നുകൊടുക്കുവാൻ നമ്മൾ ഒരു നിമിഷമെങ്കിലും ആയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 9 തിരുവചനം. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുമ്പോൾ ദൈവത്തിനു വേണ്ടി ഹോസാന പാടുവാൻ നമ്മൾ തിടുക്കം കാണിക്കും. സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾക്ക് പറ്റുമോ? ഒരു കഴുതയായി നിന്നുകൊണ്ട്, ദൈവമേ, നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് വീഴ്ചകൾ വരാതെ ഈ സഹനത്തിലും നിന്നോടൊപ്പം നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ നിൻ്റെ നാവിന് ശക്തിയുണ്ടോ? അതോ ലോകം ആർത്തു വിളിക്കുമ്പോൾ മാത്രമാണോ ദൈവസ്തുതികൾ നമ്മുടെ നാവിൽ വരുന്നത്? നാം സ്വയം ചിന്തിക്കേണ്ട സമയമായി. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കിട്ടുന്ന, ആ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മിടുക്കുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ തള്ളിപ്പറയുക. എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളും, എനിക്ക് കിട്ടുന്ന ഓരോ പ്രശസ്തിയും പുകഴ്ചകളും എൻ്റെ ദൈവത്തിനു വേണ്ടിയാണ് എന്ന് ആരെല്ലാം ചിന്തിക്കുന്നു, യേശു ക്രിസ്തു കയറിയിരുന്ന കഴുതയെപ്പോലെ മറ്റൊരു കഴുതയായി മാറുവാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നു, അവനാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനായി മാറുന്നത്. നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ഈശോയുടെ മുന്നിൽ ഒരു കഴുതയായി മാറാം. പിതാവായ ദൈവത്തിൻ്റെയും
പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മക്കളായി ദൈവം മാറ്റി അവരുടെ നാവിൽ നിന്നും ഹോസാന പാടുവാൻ ദൈവം അവരുടെ നാവുകളെ ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ദൂതനായ യേശു ക്രിസ്തു യുദ്ധം മൂലം ദുരിതമനുഭവിക്കുകയും യുദ്ധത്തിൽ അകപ്പെട്ടു കഴിയുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ അടുക്കിലേക്കും കടന്നു ചെല്ലുവാനും സമാധാനം കൊണ്ടുവരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. രാജാതിരാജനായ നമ്മുടെ രക്ഷകനും നാഥനുമായ സമാധാനപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ഞാൻ പങ്കുവയ്ക്കുന്നു. നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.